പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. അടുത്ത പ്രോബ്ലംസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ, രണ്ടു തരം ആംഗിൾസിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത പ്രോബ്ലംസിലേക്ക് കടക്കുന്നതിന്. അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്? ഉദാഹരണത്തിന്, ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്നും എ ബി എന്ന ഒരു മരം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലാഗ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ, കെട്ടിടം എന്ന് പറയുമ്പോൾ, ബിൽഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. നോക്കാം. അപ്പോൾ ഒരു മരം, അതിന്റെ ചുവട്ടിൽ നിന്നും കുറെ ദൂരെ മാറി നിൽക്കുന്ന ഒരാൾ. ഇവിടെ ഒരു ആൾ നിൽക്കുകയാണ്. സി എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരാൾ നിന്നുകൊണ്ട് ആ മരത്തിന്റെ മുകളിലുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണുന്നു. മരത്തിൽ മുകളിൽ ഇരിക്കുന്ന ഒരു പക്ഷിയെ കാണുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുന്നു. കണ്ടോ? അപ്പോ അയാൾ ഇവിടെ നിൽക്കുമ്പോൾ, ഇവിടെ അയാളുടെ ഹൈറ്റിനെ കുറിച്ച് പറയുന്നില്ല. നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നേരത്തെ ആളുടെ ഹൈറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഇപ്പോ ഇയാൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നു എന്ന് പറയുമ്പോൾ റേ ഇങ്ങോട്ടാ പോകുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് റേ ഓഫ് വിഷൻ. റേ ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഹൊറിസോണ്ടൽ റേ. ഹൊറിസോണ്ടൽ റേ. കണ്ണിന് തിരശ്ചീനമായിട്ട്, ഭൂമിക്ക് തിരശ്ചീനമായി കണ്ണിൽ നിന്നും പോകുന്ന റേ നമ്മൾ ഹൊറിസോണ്ടൽ റേ എന്ന് പറയും. അപ്പൊ ഇത് ഹൊറിസോണ്ടൽ റേ ആണ്. ഇനി അയാൾ അവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ണിൽ നിന്ന് റേ പോകുന്ന മുകളിലേക്കാണ്. അതിനെ റേ ഓഫ് വിഷൻ എന്ന് വിളിക്കാം. ഇതിനിടയ്ക്കുള്ള ആംഗിൾ, എങ്ങോട്ട് നോക്കുമ്പോഴുള്ള ആംഗിൾ, മുകളിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ, അതിനെയാണ് എന്ത് വിളിക്കുക? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് വിളിക്കുക. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് വിളിക്കുക. മനസ്സിലായല്ലോ? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആ നോക്കുന്ന വീക്ഷണരശ്മിക്കും, റേ ഓഫ് വിഷനും, പിന്നെ ഹൊറിസോണ്ടൽ റേ, തിരശ്ചീന രേഖയ്ക്കും ഇടയ്ക്കുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണെന്നാണ്. ഇതും ഒരു മരത്തിന്റെ, എ ബി എന്ന് പറയുന്ന മരത്തിന്റെ മുകളിൽ ഒരാൾ ഇരിക്കുകയാണ്. മരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് മരത്തിന്റെ ചുവട്ടിൽ നിന്ന് കുറെ ദൂരെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനം മുകളിൽ നിന്നുകൊണ്ട് കാണുകയാണ്. അപ്പോഴും അയാളുടെ കണ്ണിൽ നിന്നൊരു ഹൊറിസോണ്ടൽ റേ ഉണ്ടല്ലോ. ഒരു ഹൊറിസോണ്ടൽ റേ ഉണ്ട്. ഹൊറിസോണ്ടൽ റേ അല്ലെ? കണ്ണിന് ഭൂമിക്ക് തിരശ്ചീനമായിട്ട് ഒരു ഹൊറിസോണ്ടൽ റേ. ആൻഡ് അയാള് മുകളിൽ ഇരുന്നു കൊണ്ട് താഴെയുള്ള ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ ഇതാണ് അയാളുടെ വീക്ഷണരശ്മി, അഥവാ എന്താ? റേ ഓഫ് വിഷൻ എന്ന് പറയുന്നത്. റേ ഓഫ് വിഷൻ. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് എന്താ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആദ്യം വരുന്ന ട്രയാംഗിളിന് പുറത്താണ്. ഇനി ഓൾട്ടർനേറ്റ് ആംഗിൾ എന്താണെന്ന് അറിയാമല്ലോ. രണ്ട് പാരലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് ആംഗിൾസ് ആണ്. ഇത് രണ്ടുമാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതുകൊണ്ട് ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആംഗിൾ ഉപയോഗിച്ച് വരുമ്പോൾ ഇവിടെ തന്നെ വരും. അതായത് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ 50 ഡിഗ്രി എന്നത് അകത്തേക്ക് 50 ഡിഗ്രി ആയിട്ട് കയറി വരും. നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ട്രയാംഗിളിനകത്താണ് ആംഗിൾ വേണ്ടത്, അല്ലെ? അപ്പൊ ഇത് 50 എന്ന് പറയുമ്പോൾ ഒന്നുകില്ല ഇത് 40 എന്ന് എടുത്തുകൊണ്ട് ചെയ്യാം. പ്രോബ്ലത്തിൽ ഒരു വാല്യൂ തരുമല്ലോ. ഈ ചോദ്യത്തിൽ tan 25 tan 35 തന്നിരിക്കുന്ന പോലെ tan 40 ആണോ tan 50 ആണോ, 50 വാല്യൂ ആണോ 40 വാല്യൂ ആണോ തന്നിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ 50 ഇവിടെ വരുമെന്നും 50 + 40 എന്നുള്ള ഇവിടെ 40 വരും എന്നുള്ള കാര്യവും ഓർമ്മ വേണം. മനസ്സിലായല്ലോ? അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെ? ആംഗിൾ ഓഫ് എലിവേഷൻ, താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോഴാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പുറത്ത്, ട്രയാംഗിളിന് പുറത്ത് വരുന്നതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓൾട്ടർനേറ്റ് ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് വരുമ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആംഗിൾ, ആ വാല്യൂ ആംഗിൾ അകത്ത് ട്രയാംഗിളിനകത്തായിക്കോളും. രണ്ട് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടന്നാലോ? ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക, എഴുതിയെടുക്കുക. When the sun is at an elevation of 35 degree, the shadow of a tree is 10 meter. What would be the length of the shadow of the same tree when the sun is at an elevation of 25 degree?
then tan 25 and tan 35 values are also given. ചോദ്യം മനസ്സിലായോ? ഒരു മരം, അതിന്റെ നിഴല്, സൂര്യൻ 35 ഡിഗ്രി മേൽക്കോണിൽ കാണുമ്പോൾ when the sun is at an elevation of 35 degree. അപ്പൊ എലിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം താഴെ നിന്ന് മുകളിലേക്ക് വരയ്ക്കുമ്പോഴാണ്, മുകളിലേക്ക് നോക്കുമ്പോഴാണ് എലിവേഷൻ വരുന്നത്, ആംഗിള് താഴെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഒരു മരം, ഒരു ട്രീ, നമ്മൾ ട്രീ എന്നോ അല്ലെങ്കിൽ ഗോപുരമെന്നോ ഫ്ലാഗ് പോസ്റ്റ് എന്നോ കൊടിമരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഭൂമിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഒരു മരം, ട്രീ, എ ട്രീ. ആ മരത്തിന്റെ നിഴല് എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങോട്ടാണ് മരത്തിന്റെ നിഴല്. ഈ മരത്തിന്റെ നിഴല് എത്രയാണ്? ട്രീ ഈസ് 10 meter when the sun is at an elevation of 35 degree. കണ്ടോ? ഇതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. എ ബി എന്ന മരത്തിന്റെ നിഴലാണ് BC ആണല്ലോ. when the sun is, ഇവിടെ സൂര്യനെ കാണുകയാണ് at an elevation of 35 degree, താഴെ നിന്ന് നോക്കുന്നതാണ് എലിവേഷൻ എന്ന് പറഞ്ഞു. when the sun is at an elevation of 35 degree, the shadow of a tree is 10 meter. ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കാണേണ്ടത് what would be the length of the shadow of the same tree when the sun is at an elevation of 25 degree. ഈ സൂര്യൻ 25 ഡിഗ്രി മേൽക്കോണിൽ വരുമ്പോൾ, 25 ഡിഗ്രി മേൽക്കോണിൽ വരിക എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ എങ്ങോട്ട് പോകും? കുറച്ചുകൂടി അങ്ങോട്ട് മാറും. അതായത് ഈ ആള് ഇവിടെ നിന്ന് നോക്കേണ്ടി വരും. കണ്ടോ? ഇത് 35 ആണ്, ഇവിടെയാണ് 25. കണ്ടോ? ആംഗിള് ചെറുതാകണ്ടേ? ബാക്കിലേക്ക് വരുമ്പോഴല്ലേ ചെറുതാവുന്നു, പുറകിലേക്ക് വരണം. അങ്ങോട്ട് ചെല്ലുന്നതോറും ഇത് കൂടി കൂടി വരും. കണ്ടോ? അപ്പോൾ ഈ ചിത്രം കൃത്യമായിട്ട് വരയ്ക്കാനായിട്ടാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ചോദ്യത്തില് ഒരു ചിത്രം തന്നിട്ടില്ല, ഫിഗർ ഇല്ല, നമ്മൾ വരച്ചുണ്ടാക്കണം. ഇപ്പൊ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു മരം, മരത്തിന്റെ നിഴല് എത്ര? 10 meter when the sun is at an elevation of 35 degree. Then what would be the length of shadow of the tree of the same tree? അപ്പൊ അതേ മരത്തിന്റെ നിഴലിന്റെ നീളം when the sun is at an elevation of 25 degree എന്നുള്ളതാണ് ചോദ്യം. അപ്പോ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, മരം അത് തന്നെയാണ്. ഇതിൽ നിന്ന് ആദ്യം എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. ആദ്യം നമുക്ക് കാണേണ്ടത് ഏത്? BD നീളമാണ്. BD ആണ് കണ്ടെത്തേണ്ടത്. BD കാണണമെങ്കിൽ എവിടെ കൂടി വരണം എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ 35 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിൾ ഉൾപ്പെടുന്ന റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളില് ആലോചിക്കേണ്ട എങ്ങനെയാ? തന്നിരിക്കുന്ന ആംഗിളിന്റെ ഏതു വശം അറിയാം, ഏതു വശം കാണണം. തന്നിരിക്കുന്ന ആംഗിളിന്റെ ഏതു വശം കാണണം? ഓപ്പോസിറ്റ് സൈഡ് കാണണമേ, ഹൈറ്റ് ഓഫ് ട്രീ കാണണം അല്ലെ? ആൻഡ് അഡ്ജസന്റ് സൈഡ് ഈസ് ഗിവൺ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്താണ്? ടാൻ ആണ്. അപ്പൊ നമ്മള് ABC എന്ന് പറയുന്ന ട്രയാംഗിളിൽ, ഇൻ ട്രയാംഗിൾ ABC, tan C is equal to opposite side by adjacent side. ശരിയല്ലേ? ഇനി tan C എന്ന് പറഞ്ഞാൽ C 35 ഡിഗ്രി ആണ്. tan 35 is equal to opposite side AB by adjacent side BC. അത് മനസ്സിലായല്ലോ. ഇനി tan 35യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എത്ര? 0.7 ഈസ് ഈക്വൽ ടു AB നമുക്ക് അറിയില്ല, BC 10 ആണെന്ന് അറിയാം. കണ്ടോ? നേരത്തേക്ക് ചെയ്തിരുന്ന പോലെ തന്നെ 1 into AB is equal to 10 into 0.7, that is 7 meter. 7 meter is the AB എന്താണ്? height of the tree. 7 meter is the height of the tree. മനസ്സിലായല്ലോ. ഇനി നമുക്ക് കാണാൻ പറഞ്ഞത് ഹൈറ്റ് ഓഫ് ട്രീ അല്ല, ട്രീയുടെ മരത്തിന്റെ ഉയരമല്ല കാണേണ്ടത്, ദ ലെങ്ത് ഓഫ് ഷാഡോ, അതായത് BD കാണണം. കേട്ടോ? ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഇനി BD കാണാനായിട്ട് എന്ത് ചെയ്യണം? അതെ, ABD എന്ന് പറയുന്ന വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഈ വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പരിഗണിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഹൈറ്റ് ഓഫ് ട്രീ കിട്ടി, അത് ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പരിഗണിക്കാം. ഏത്? ഇൻ ട്രയാംഗിൾ ABD എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളില് കണ്ടോ? ഇത് മുഴുവൻ കൂടി ചേർത്തുകൊണ്ടാണ് രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത്. അതില് എന്ത് കാണണം, എന്ത് അറിയാം? ഓപ്പോസിറ്റ് സൈഡ് അറിയാം, AB അറിയാം, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. ആൻഡ് അഡ്ജസന്റ് സൈഡ് BD കണ്ടുപിടിക്കണം. കണ്ടോ? തന്നിരിക്കുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് അറിയാം, അഡ്ജസന്റ് സൈഡ് കാണണം. ഏതാണ് റേഷ്യോ? ടാൻ.
എന്താണ് ടാൻ ഡി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ടാൻ ഡി എന്ന് പറഞ്ഞാൽ 25 ആണ്, ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എ ബി ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് ബി ഡി. മനസ്സിലാവുന്നുണ്ടല്ലോ? ടാൻ 25ന്റെ വാല്യൂ എത്രയാണ്? Given that value of tan 25 is 0.466 is equal to AB അറിയാട്ടോ. AB കണ്ടുപിടിച്ചാണ് 7 ആണ്, ബൈ BD ആണ് അറിയില്ലാത്ത BD കണ്ടുപിടിക്കണം കേട്ടോ. BD കണ്ടുപിടിക്കണം. ഇവിടെ ഒരു പ്രശ്നമുള്ളത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ല. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ വാല്യൂ ആൻസർ BDയുടെ ലെങ്ത് കിട്ടില്ല. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 7 7 is equal to BD into 0.466. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ BD into 0.466 is equal to 1 into 7 എന്ന് കിട്ടി. Therefore BD ആണ് കാണേണ്ടത്. BD കാണാനായിട്ട് അപ്പൊ എന്ത് ചെയ്യണം? Therefore BD is equal to, BD കാണാൻ എന്താ ചെയ്യുക? 7 divided by 0.466 അല്ലെ? ഇത് ഇൻറ്റു ഇത് 7 ആണെങ്കിൽ BD കാണുമെങ്കിൽ 7 ഡിവൈഡ് ബൈ ചെയ്യണം അല്ലെ? 7 divided by 0.466 ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ? BD ഇൻറ്റു ഇത്രയും പ്രോബ്ലംസ് ചെയ്തതിലൊന്നും ഇങ്ങനെ ഡിവിഷന്റെ ആവശ്യം വന്നില്ല. ഇനി നമുക്ക് ഡിവിഷനും വേണ്ടി വരും കേട്ടോ. അപ്പൊ BD is equal to 7 divided by 0.466 ചെയ്താൽ 15.02 മീറ്റർ എന്ന് കിട്ടും ആൻസർ. 15.02 meter is the length of the shadow when the sun is at an elevation of 25 degree. മനസ്സിലായല്ലോ? നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കടന്നാലോ. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് അല്പം കൂടി ഒന്ന് ചിന്തിക്കണം. എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണണം കേട്ടോ. ചോദ്യത്തിൽ പതിവ് പോലെ ഫിഗർ തന്നിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിഗർ വരച്ചുണ്ടാക്കണം. ഫിഗർ വളരെ എളുപ്പമാണ് വരയ്ക്കാനായിട്ട്, പക്ഷെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. ഒന്ന് ശ്രദ്ധിച്ച് കാണുക. ചോദ്യം നോക്കുക. ഫ്രം ദ ടോപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് പോസ്റ്റ് 2 wires are stretched to either side and fixed to the ground 25 meter apart. The wires make angles 55 degree, 40 degree with the ground. What is the height of the post? ചോദ്യം മനസ്സിലായി? ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ഒരു ഇലക്ട്രിക് പോസ്റ്റ്. ഇലക്ട്രിക് പോസ്റ്റിന്റെ 2 wires are stretched to either side and fixed to the ground 25 meter apart. ഇപ്പോൾ രണ്ട് വയറുകൾ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. 2 wires are stretched to either side. ഈ ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു പോകാതിരിക്കാനായിട്ട് രണ്ട് സൈഡിലേക്കും ഓരോ വയറുകൾ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. കയറ് വലിച്ചു കെട്ടിയിരിക്കുന്ന പോലെ രണ്ട് വയറുകൾ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, രണ്ട് വയറുകൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇനി ആൻഡ് 25 മീറ്റർ അപ്പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ വലിച്ചു കെട്ടിയിരിക്കുന്നതും ഈ വലിച്ചു കെട്ടിയിരിക്കുന്നതും ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് 25 മീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? Then the wires make angles 55 degree and 40 degree with the ground. The wires make എത്രയൊക്കെയാണ്? 55 degree and 40 degree with the ground. With the ground. ഗ്രൗണ്ടുമായിട്ട് വയേഴ്സ് 55 ഡിഗ്രിയും 40 ഡിഗ്രി ആംഗിൾസ് ഉണ്ടാക്കുന്നു. ചിത്രം മനസ്സിലാവുന്നുണ്ടല്ലോ? AB എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് വീണു പോകാതിരിക്കാൻ രണ്ട് സൈഡിലേക്കും വയറുകൾ വലിച്ചു കെട്ടിയിരിക്കുന്നു, സിയിലേക്കും ഡിയിലേക്കും. ആ വയറ് വലിച്ചു കെട്ടിയിരിക്കുന്ന രണ്ട് പോസ്റ്റുകൾ ഉണ്ടല്ലോ, അപ്പോൾ രണ്ട് താഴത്തേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്നവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 25 മീറ്റർ ആണ്. എങ്കിൽ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് എന്നാണ് ചോദ്യം. ഇത് കാണണം ഹൈറ്റ്. കണ്ടോ? നമുക്ക് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ടെങ്കിലും ആ ട്രയാങ്കിളിന്റെ ഓരോ ട്രയാങ്കിളിന്റെയും വശങ്ങൾ നമുക്കറിയില്ല. ടോട്ടൽ ലെങ്ത് 25 എന്നുള്ള ഒറ്റ അളവേ ഉള്ളൂ. ഇവിടെ ഒരു എക്സും ഇതൊരു വൈ എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് എക്സ് പ്ലസ് വൈ ഇസിക്കൽ 25 എന്ന് പറയാം. എക്സ് പ്ലസ് വൈ ഇസിക്കൽ 25 എന്ന് പറയാം. ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ പരിഗണിച്ചേ. കൺസിഡർ ട്രയാങ്കിൾ CBA. കൺസിഡർ ട്രയാങ്കിൾ CBA. CBA എന്ന് പറയുന്ന ട്രയാങ്കിളില് തന്നിരിക്കുന്ന ആംഗിളിന്റെ, നമ്മൾ പതിവ് പോലെ ചിന്തിക്കുക, തന്നിരിക്കുന്ന ആംഗിളിന്റെ ഏത് സൈഡ് കാണണം, ഏത് സൈഡ് അറിയാം. ഇവിടെ പ്രത്യേകിച്ച് ഒരു സൈഡ് അറിയാമെന്ന് പറയാൻ പറ്റുന്നില്ല. എങ്കിലും നമ്മുടെ പ്രോബ്ലത്തിൽ ഈ ഹൈപ്പോട്ടന്യൂസ് വരാത്തതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡാണ്. മനസ്സിലായല്ലോ?
ഇപ്പൊ ടാൻ ആണത് അല്ലെ. ടാൻ സി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. തന്നിരിക്കുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തമ്മിലുള്ള റിലേഷൻ ആണ്. 25 ഇവിടെ പറയാൻ പറ്റില്ല എന്നും പറഞ്ഞു. ടാൻ സി എന്ന് പറയുന്നത് ടാൻ 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ ബി ബൈ അഡ്ജസന്റ് സൈഡ് സി ബി. ഇനി ടാൻ 40യുടെ വാല്യൂ 0.83 ഈസ് ഈക്വൽ ടു എ ബിനെ എച്ച് എന്നും വിളിച്ചു, സി ബിയെ എക്സ് എന്നും വിളിച്ചു. മനസ്സിലായല്ലോ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു 0.83 ഈസ് ഈക്വൽ ടു എച്ച്. എക്സ് ഇൻറ്റു 0.83 ഈസ് ഈക്വൽ ടു എച്ച്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. Therefore, x is equal to h by 0.83. ഒരു കാര്യമായി. എന്ത് കാര്യമായി? x is equal to h by 0.83 എന്ന ഒരു കാര്യത്തിലെത്തി. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറമുള്ള റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ എടുക്കാം. അതെങ്ങനെയാണ്? വ്യത്യാസം എന്താണ്? ഇൻ ട്രയാംഗിൾ സി ബി എ എന്നുള്ളത് ഡി ബി എ ആകും. വീണ്ടും എഴുതുക. കൺസിഡർ ട്രയാംഗിൾ ഡി ബി എ. ടാൻ ടാൻ ഡി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ടാൻ ഡി എന്ന് പറയുന്നത് എത്ര ഡിഗ്രി? 55 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ ബി തന്നെ. അഡ്ജസന്റ് സൈഡ് ബി ഡി ആകും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇവിടെ ടാൻ 55ന്റെ വാല്യൂ 1.42 ആണ്. ഈസ് ഈക്വൽ ടു എ ബി എച്ച് തന്നെ. ബി ഡിയെ നമ്മൾ വൈ എന്നാണ് വിളിച്ചത്. കണ്ടോ? സംശയമൊന്നുമില്ലോ. വൈ എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? y ഇൻറ്റു 1.42. y ഇൻറ്റു 1.42 ഈസ് ഈക്വൽ ടു എച്ച്. Therefore, ഇതിൽ നിന്ന് y ആണ് മാറ്റുക. Therefore, y ഈസ് ഈക്വൽ ടു h ബൈ 1.42. ഇത് രണ്ടാമത്തേത്. മനസ്സിലായല്ലോ. y ഈസ് ഈക്വൽ ടു h ബൈ 1.42 എന്നത് രണ്ടാമത്തത്. എന്തിനാണ് എക്സും വൈയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തെന്ന് മനസ്സിലായോ? എന്തിനാ പറയാം? എക്സ് പ്ലസ് വൈ 25 ആണ് അല്ലെ. എക്സും വൈയും നമ്മൾ മാറ്റിയെടുത്തു. എക്സ് പ്ലസ് വൈ 25 എന്നുള്ള ഒരു കാര്യം നമുക്ക് ഉണ്ട്. അതിനു വേണ്ടിയാണ്. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. നോക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 25 എന്ന് നമുക്കറിയാം. എക്സ് പ്ലസ് വൈ 25. എക്സ് എന്താണ്? എച്ച് ബൈ 0.83 പ്ലസ് എച്ച് ബൈ വൈ എന്താണ്? എച്ച് ബൈ 1.42 ഈസ് ഈക്വൽ ടു 25. കണ്ടോ? ഇതിൽ നിന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എച്ച് കിട്ടും. കണ്ടോ? അല്പം സൊല്യൂഷൻ വരുന്നു എന്നേ ഉള്ളൂ. മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ അല്പം ചിന്തിച്ച് റിപ്പീറ്റ് ചെയ്ത് കാണുകയും എഴുതുകയും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എച്ച് ഇൻറ്റു 1.42 എച്ച് പ്ലസ് എച്ച് ഇൻറ്റു 0.83 എച്ച് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അങ്ങനെയല്ലേ. ഇത് ഇങ്ങോട്ട് പ്ലസ് ഇങ്ങോട്ട് ഡിവൈഡഡ് ബൈ 0.83 ഇൻറ്റു 1.42 വേണം. 0.83 ഇൻറ്റു 1.42 വേണം. അപ്പോൾ 1.1786 എന്ന് വരും. കണ്ടോ? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യും. നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് ബൈ താഴെയുള്ളത് ഈസ് ഈക്വൽ ടു 25 ആണല്ലോ. 25. ഇനി 1.42 എച്ചും 0.83 എച്ചും കൂടെ പ്ലസ് ചെയ്താൽ എത്ര? 2.25 എച്ച് എന്ന് കിട്ടും. മുകളിലത്ത് 1.42 എച്ച് പ്ലസ് 0.83 എച്ച് അതായത് 2.25 എച്ച് ബൈ 1.1786 ഈസ് ഈക്വൽ ടു 25. നമുക്ക് കാണേണ്ടത് എന്താണ്? എച്ച് ആണ്. ഫൈൻഡ് ദ ഹൈറ്റ് എന്നാണ് ചോദ്യം. എച്ച് ആണ് കാണേണ്ടത് അല്ലെ. നമുക്ക് കാണേണ്ടത് ഹൈറ്റ് ആണ്. അതുകൊണ്ട് എച്ച് ഇസ് ഈക്വൽ ടു ഇതിൽ നിന്ന് എച്ച് കാണാൻ എച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഒരു 25 ഉണ്ട് ഇൻറ്റു ഇത് അപ്പുറം പോയി റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. എച്ച് ഇവിടെ നിർത്തുകയാണ്. എച്ചിന്റെ കൂടെയുള്ളത് ഇക്വാലിറ്റിയുടെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1.1786 ബൈ 2.25 ഉണ്ടോ. ഇനി ഇവിടെ 2.25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് ഈ ഡെസിമൽ കളയാവുന്ന
25 225 വെട്ടിപ്പോകുമല്ലോ. ഡെസിമൽ കളയാൻ വേണ്ടി രണ്ടിടത്ത് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഇൻറ്റു 100 ഒന്ന് ചെയ്യുകയാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻറ്റു 100 ചെയ്തു. ഇപ്പൊ എന്താവുമോ നോക്കാം. 25 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 117, ഇവിടെ ഒരു പോയിന്റ് 117.86 ബൈ 2.25 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 225 എന്നാകും. ഇത് കട്ട് ചെയ്തു പോകും. എത്ര? 9 ടൈംസ്. Therefore 117 h is equal to 117.86 divided by 9 ചെയ്താൽ 13.09 എന്ന ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ്. മനസ്സിലായല്ലോ? 2 തവണ കണ്ട് റിപ്പീറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ ഒന്ന് ഒരു റഫ് ബുക്കിൽ എഴുതി ചെയ്ത് 2-3 തവണ ചെയ്ത് നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെയുള്ള പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുക. നമുക്ക് അടുത്ത പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയാലോ. ചോദ്യം നോക്കുക. എ 1.5 meter tall boy saw the top of a building under construction at an elevation of 30 degree. The completed building was 10 meter higher and the boy saw its top at an elevation of 60 degree from the same spot. What is the height of the building? ചോദ്യം ഒന്നുകൂടെ പറയാം. പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തെ ഒരു കുട്ടി 30 ഡിഗ്രി എലിവേഷനിൽ കണ്ടു. വീണ്ടും പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 10 മീറ്റർ കൂടി മുകളിലേക്ക് പണിതതിന് ശേഷം കുട്ടി അതേ സ്പോട്ടിൽ നിന്ന് നോക്കിയപ്പോൾ അവൻ ആ ബിൽഡിങ്ങിന്റെ ടോപ്പ് കണ്ടത് 60 ഡിഗ്രി എലിവേഷനിലാണ് കണ്ടത്. എങ്കിൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? ആ ബിൽഡിങ്ങിന്റെ കെട്ടിടത്തിന്റെ ഉയരം എത്ര എന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? ഇനി ഇവിടെ ആ കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. കുട്ടിയുടെ ഉയരം 1.5 മീറ്റർ ആണെന്നും കൂടി തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് പറഞ്ഞപ്പോഴൊന്നും കുട്ടിയുടെ ഉയരം, ആളിന്റെ ഉയരം പറഞ്ഞില്ലായിരുന്നു. ഇങ്ങനെ ആളുടെ ഉയരം കൂടെ പറയുകയാണെങ്കിൽ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ചിത്രം വരയ്ക്കാനായിട്ട്. അപ്പൊ ചിത്രത്തിൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു കുട്ടി നിൽക്കുന്നു, ഒന്ന് ഇമാജിൻ ചെയ്യുക. ഒരു കുട്ടി നിൽക്കുന്നു, അവിടെ ഒരു കെട്ടിടത്തിന്റെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് ആ മുകളിലേക്ക് നോക്കി. എന്നിട്ട് അടുത്ത ദിവസം ആ കുട്ടി അവിടെ തന്നെ വന്ന് നിന്നിട്ട് നോക്കി. അപ്പോൾ 10 മീറ്ററും കൂടി മുകളിലേക്ക് കെട്ടിടം പണിത് കഴിഞ്ഞു. മുകളിലേക്ക് നോക്കിയപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ 30-ൽ നിന്ന് 60-ലേക്ക് മാറിയിരിക്കുന്നു. എങ്കിൽ ഫൈൻഡ് ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്നുള്ളതാണ് ചോദ്യം. ഒരു ഫിഗർ നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ. എന്താണ്? ആദ്യം ഒരു കുട്ടി നിൽക്കുന്നു. ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നു. എത്രയാ ഹൈറ്റ്? കുട്ടിയുടെ ഹൈറ്റ് 1.5 മീറ്റർ. ടോൾ ബോയ്. ഇനി കുട്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ വരയ്ക്കാം. ഇനി ഇവിടെ ഒരു ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ്. ആ പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ആ കുട്ടി നോക്കി. എത്ര ഡിഗ്രിയില്? 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കി. ഇവിടെ നിന്ന് ആ കുട്ടി ഇവിടെ നിന്നുകൊണ്ട് അങ്ങനെ നോക്കി. എന്നിട്ട് ആ കുട്ടി വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം വന്നിട്ട് അതേ സ്പോട്ടിൽ തന്നെ വന്ന് നിന്ന് നോക്കിയപ്പോ ഈ കെട്ടിടം അല്പം കൂടി മുകളിലേക്ക് പണിതിരിക്കുന്നു. എത്ര കൂടി? ദ കംപ്ലീറ്റഡ് ബിൽഡിംഗ് വാസ് 10 മീറ്റർ ഹയർ. ഇത്രയും കൂടി 10 മീറ്ററും കൂടി മുകളിലേക്ക് ഇത് പണിതിരിക്കുന്നു. 10 മീറ്ററും കൂടി മുകളിലേക്ക് പണിതിരിക്കുന്നു. അപ്പോൾ ആ കുട്ടി അവിടെ നോക്കി. അവിടെ തന്നെ നിന്ന് നോക്കിയപ്പോൾ എന്താ കണ്ടത്? അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. ഇവിടെ ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ 60 ഡിഗ്രിയാണ്. ഇത്രയുമാണ് കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു 10 മീറ്റർ ഉണ്ട്, ഒരു 30 ഡിഗ്രി ഉണ്ട്, 60 ഡിഗ്രി ഉണ്ട്. അതേ ഉള്ളൂ. ഈ ഡിസ്റ്റൻസ്, ഈ കുട്ടിയിൽ നിന്നും ആ ബിൽഡിങ്ങിന്റെ ചുവട്ടിലേക്കുള്ള അകലത്തെ നമ്മൾ എക്സ് എന്ന് കരുതുക. ഇത് എക്സ് ആണെന്ന് കരുതുക. ഇനി ഇതിനൊക്കെ ഒരു പേര് കൊടുക്കുകയാണ്. ABCD എന്നൊക്കെ പേര് കൊടുത്തു. ഇവിടെ എന്തെങ്കിലും പേരുകൾ കൊടുത്തു. ഇനി ഈ ഫസ്റ്റ് ട്രയാങ്കിളിലും സെക്കൻഡ് ട്രയാങ്കിളിലും 30 ഡിഗ്രിയും 60 ഡിഗ്രിയും ഉള്ള ആംഗിൾസ് പറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് വേറെ പ്രത്യേകിച്ച് മെഷറുകളൊന്നുമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് 30 tan 30 1/√3 1√3 എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് വേണം നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഈ പ്രോബ്ലം മനസ്സിലായി. ആ പ്രോബ്ലത്തിന്റെ ഫിഗർ വരച്ചു. നമുക്ക് കാണേണ്ടത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, അഥവാ എന്താണ് AD. അതാണ് കാണേണ്ടത്. AD ആണ് കാണേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് FBC ഈ ട്രയാങ്കിൾ പരിഗണിക്കാം. ഇൻ ട്രയാങ്കിൾ FBC തന്നിരിക്കുന്ന ആംഗിൾ 30 ഡിഗ്രി. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് വേണ്ടതാണ് ടോട്ടൽ ഹൈറ്റ് കാണാൻ. അഡ്ജസന്റ് സൈഡുമായിട്ട് അതിന് ഒരു റിലേഷൻ പറയാൻ പറ്റുള്ളൂ ഈ പ്രോബ്ലത്തിൽ. കാരണം ഈ
ഈ നോക്കുന്ന റേ ഓഫ് വിഷനുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഏതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്? ടാൻ ഏതാണ്? എഫ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ടാൻ എത്രയാണ്? എഫ് എന്ന് പറയുന്നത് 30 ആണ്. ടാൻ 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ബി സി ആണ് അല്ലെ? ടാൻ 30 ഈസ് ഈക്വൽ ബി സി ബൈ അഡ്ജസന്റ് സൈഡ് ഏത്? എഫ് ബി എന്ന് പറയാം. എഫ് ബി. ഇനി ടാൻ 30യുടെ വാല്യൂ നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതാണ്? 1/√3. 1/√3 ഈസ് ഈക്വൽ ടു ബി സി ബൈ ഇതിനെ എക്സ് എന്ന് വിളിച്ചായിരുന്നു. ബി സി ബൈ എക്സ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു എക്സ്, എക്സ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു ബി സി, √3 ബി സി എന്ന് കിട്ടി. അവിടെ നിൽക്കട്ടെ കേട്ടോ. എക്സ് ഈസ് ഈക്വൽ ടു √3 ബി സി എന്ന് കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു √3 ബി സി എന്ന് കിട്ടി. മനസ്സിലായല്ലോ അത്? ഇനി അടുത്ത കാര്യം നോക്കുക. ഏത്? വലിയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എഫ് ബി ഡി എന്ന് പറയുന്ന റൈറ്റ് ട്രയാംഗിൾ നോക്കാം. ഏത്? ഇൻ ട്രയാംഗിൾ എഫ് ബി ഡി. ഇൻ ട്രയാംഗിൾ എഫ് ബി ഡി അതിലും ടാൻ എഫ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് തന്നെ. പക്ഷേ എഫ് എത്രയാ? 60 ഡിഗ്രിയാണ്. രണ്ടാമത്തെ ട്രയാംഗിൾ 60 ഡിഗ്രിയാണ്. ഓപ്പോസിറ്റ് സൈഡ് ഡി ബി ബൈ ഏതാ? ഇവിടെ എഫ് ബി ആണ്. ടാൻ 60 എത്രയാ? √3 ആണ്. കാണാതെ പഠിക്കാൻ പറഞ്ഞിരുന്ന സാധനമാണ് 1/√3. 1√3. √3 ഈസ് ഈക്വൽ ടു ഡി ബി ബൈ എഫ് ബി. എഫ് ബി എന്താണ്? എക്സ്. ഉണ്ടോ? ഡി ബി ബൈ എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x√3 ഈസ് ഈക്വൽ ടു ഡി ബി എന്ന് കിട്ടി. x√3 ഈസ് ഈക്വൽ ടു ഡി ബി. x√3 ഈസ് ഈക്വൽ ടു ഡി ബി. ഇനി ഡി ബി x√3 ആണ്. അതുപോലെ തന്നെ ബി സിയോ? ബി സി x/√3 ആണ് അല്ലെ? ഇതിൽ നിന്നും ബി സി ഒന്ന് കണ്ടാലോ. ബി സി ഈസ് ഈക്വൽ ടു x/√3 എന്ന് പറയാലോ. ശരിയല്ലേ? ബി സി ഈസ് ഈക്വൽ ടു x/√3 എന്നും പറയാം. ശ്രദ്ധിക്കണേ, ഡി ബി എന്ന് പറയുന്ന x√3, ഡി ബി എന്ന് പറയുന്ന x√3, ബി സി എന്നത് x/√3. ഈ നീളത്തിൽ നിന്നും ഈ നീളം കുറച്ചാൽ എത്ര കിട്ടും? 10 കിട്ടും അല്ലെ? ഡി ബി മൈനസ് സി ബി ഇസിക്കൽ ടു 10. ഏതിൽ നിന്ന്? ഡി ബിയിൽ നിന്ന് സി ബി കുറച്ചാൽ 10 കിട്ടണം. നമുക്കതെടുക്കാം. ഡി ബി മൈനസ് സി ബി ഈസ് ഈക്വൽ ടു 10. ഡി ബി എത്ര? ഡി ബി ഇസിക്കൽ ടു x√3. x√3 മൈനസ് സി ബി എത്ര? സി ബി അഥവാ ബി സി x/√3 ഇസിക്കൽ ടു 10. ഡി ബി മൈനസ് സി ബി ഇസിക്കൽ ടു 10. ഇനി നമുക്ക് സോൾവ് ചെയ്താൽ എക്സ് കിട്ടും. ഇത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കാം. ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ബാക്കിലേക്ക് പോയി നോക്കുക. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. x√3 ഇൻറ്റു √3, എക്സ് ഇൻറ്റു √3 ഇൻറ്റു √3 3 ആണ്. മൈനസ് 1 ഇൻറ്റു എക്സ് ആയി എക്സ് ഈസ് ഈക്വൽ ടു 10. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. x√3 ഇൻറ്റു √3 മൈനസ് 1 ഇൻറ്റു എക്സ് എക്സ് ബൈ 1 ഇൻറ്റു √3 ഈസ് ഈക്വൽ ടു 10. 3x മൈനസ് എക്സ് 2x. 2x is equal to 10 into √3, 10√3. Therefore, x is equal to 10√3 by 2, that is 5√3. 5√3 ആണ് x. ഈ നീളമാണ് x ആണ് 5√3. ഈ നീളം 5√3. നമുക്ക് കാണേണ്ടത് 5√3 അല്ലാട്ടോ, x അല്ലാട്ടോ. എന്താ കാണേണ്ടത്? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്താ കാണേണ്ടത്? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 10 ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 1.5 ഉണ്ട്. കണ്ടോ, ഇത് തന്നെ അവിടെ 1.5 ഉണ്ട്, പിന്നെ ഇതും കൂടി വേണം. ഏത്? ബി സി വേണം. മനസ്സിലായാലോ? ബി സി കാണണം. ബി സി കാണാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഏത്? എഫ് ബിയുടെ ലെങ്ത് എക്സ് എന്നത് 5√3 ആണ് എന്നുള്ളത് ഉപയോഗിക്കാം ബി സി കാണാൻ വേണ്ടി. അതെങ്ങനെയാ? നമ്മൾ നേരത്തെ എഴുതിയാണ്, ഒന്നുകൂടെ പറയുകയാണ്. 30 ഡിഗ്രി, ഇത് 5√3 കിട്ടി. ഇതാണ് പറയുന്നത് ബി സി, എഫ് ബി സി. 30, 60, 90 റേഷ്യോ 1:√3:2. ഇവിടെ 60ക്ക് ഓപ്പോസിറ്റ് 5√3 എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് എത്രയായിരിക്കും? ഇവിടെ എത്രയാണോ അത് √3 ചെയ്യുമ്പോഴാണ് ഇത് വരിക. 5√3 √3 5. കണ്ടോ? 5. മനസ്സിലായോ?
ഈ ട്രയാങ്കിൾ ഞാൻ ഒന്ന് എടുത്തു വരച്ചാണ് ഈ കാണുന്നത്. അതിൽ ഇത് 5√3 ആണ്. ബി സി കാണണം. ഇത് 60 ഡിഗ്രി 30 ആയതുകൊണ്ട് 30-60-90യുടെ റേഷ്യോ 1:√3:2. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്ന 5√3 60 ഓപ്പോസിറ്റ് 5√3. ഇവിടെ എത്രയാണോ അത് √3 ചെയ്താൽ ഇവിടെ വരും. 5√3/√3 5 ഇവിടെ വന്നു. കണ്ടോ, ഇത് 5. ഏതാണ് 5? 30 ഓപ്പോസിറ്റ് ബി സി 5. ഏത്? ബി സി 5. കണ്ടോ, therefore നമുക്കിപ്പോ എല്ലാമായി അല്ലെ. നമുക്ക് കാണേണ്ടത് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്നാണ് ചോദ്യം. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ്. ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു 10 + 5 + 1.5. എത്രയാണ്? 16.5 മീറ്റർ. 16.5 മീറ്റർ. മനസ്സിലായല്ലോ. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ചെയ്താൽ കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഈ അധ്യായം ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ശ്രദ്ധയോടെ ചെയ്യുക. താങ്ക് യു.